അപ്പോൾ ഞങ്ങൾ പോയി വരട്ടെ മക്കളെ. അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ മേപ്പാടി ചൂരൽമല റൂട്ടിൽ, പണ്ടൊക്കെ മേപ്പാടിയിൽ നിന്ന് ചൂരൽമല റൂട്ടിൽ 300 എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ജീപ്പിലൊക്കെ പോയിരുന്നത്. അപ്പോൾ ആ സ്ഥലപ്പേര് 300 തോന്നുന്നുണ്ട് എനിക്ക്. അവിടെ അങ്ങനത്തെ ഒരു കുടിയിരിക്കലുണ്ട്, ഞങ്ങളൊരു കുടുംബത്തിൽപ്പെട്ട ആളെ വീട്ടിൽ കേട്ടോ. വയനാട്ടിലേക്ക് ആദ്യമായിട്ട് പോണോല് ഒക്കെ ഉണ്ട് കേട്ടോ ബസ്സിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നു, ഞങ്ങളെ ബസ് ചുരം കയറ്റം തുടങ്ങിയിട്ടോ. അങ്ങനെ ചുരമൊക്കെ കയറി കഴിഞ്ഞ് മേപ്പാടി ടൗണും കഴിഞ്ഞ് ഞങ്ങൾ ചൂരൽമല റൂട്ടിൽ ഇങ്ങനെ കുടിയിരിക്കലിൻ്റെ അവിടേക്ക് ഏകദേശം എത്തി തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ആ 300 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇനി 300 എന്നുള്ളത് വേറെ വല്ല പേരുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഏതായാലും വീട്ടിൽ കൂടിൻ്റെ അവിടേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്, നല്ല കുത്തനുള്ള വഴിയാണ്, നല്ലോണം നോക്കേണ്ടി വരും ഇറങ്ങുമ്പോൾ. എന്തായാലും ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചന്തി കുത്തി വീണുകാണ്ടൊക്കെ തുമ്പില്ലാതാവും. അങ്ങനെ ഈ വരുന്ന ആളാണ് കേട്ടോ പുതിയ വീടിൻ്റെ ഗ്രഹനാഥൻ. എന്താണ് അറിയോ പറ്റില്ലല്ലോ, പിന്നെ അറിയോ കുഞ്ഞുട്ടിയാണ്. അതാണ് സിദ്ദീഖിന്റെ തറവാട് കേട്ടോ. ഇതാണ് പുതിയ വീട്. മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് നമ്മളെ വയനാട്ടിലെ സിദ്ദീഖിൻ്റെ പുതിയ വീട് കേട്ടോ. സൗഹൃദത്തിൻ സ്നേഹമെന്നും മനസ്സിൽ കുറിച്ചിടുന്നു നാളെന്നെന്നും. ഇത് പുറത്തേക്കൊരു അടുക്കള ഇറക്കി ഉണ്ടാക്കിയ കേട്ടോ. മാഷാ അല്ലാ, നല്ല ഉഷാറാ. ഇതിങ്ങനെ ഒരു ബാൽക്കണി, അതിലിങ്ങനെ പോയിട്ടൊരു ബാത്റൂം, പുറത്തേക്കുള്ള ബാത്റൂമൊന്നും ഞാൻ തുറക്കണില്ല. പിന്നെ കാപ്പിത്തോട്ടങ്ങളാണ് ബാക്കിലുള്ളത്. അതൊക്കെ ബാക്കിൽ ഒക്കെ വേറെ സ്ഥലങ്ങൾ തന്നെയാണ് തോന്നുന്നു. അങ്ങനെ അടുക്കളയും കാഴ്ചകളൊക്കെ കണ്ട് അവരെ വീടിൻ്റെ ബാക്കിൽ ഒരു പുഴ എന്ന് പറയും അവർ, പക്ഷേ നമുക്ക് കാണുമ്പോൾ ഇത് പുഴയായിട്ട് തോന്നൂല. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഭക്ഷണത്തിന് അവർ വിളിച്ചു. ഭക്ഷണം ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ബീഫ് ബിരിയാണി, അല്ലാത്ത ജാതി, പിന്നെ അലീസ, പത്തിരി, പൊറോട്ട. മാഷാ അല്ലാ, വന്നോലൊക്കെ നല്ല അടിപൊളി ഫുഡാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ. സംഗതി നിങ്ങളോട് പറയുകയാണെങ്കിൽ പരിപാടി അടിപൊളി പരിപാടി കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടിയും ഉരുൾപൊട്ടിയെടുത്ത് പോയിട്ടോ. അപ്പോൾ അവിടെ നമ്മളെ ഇന്ത്യൻ ആർമി ഉണ്ടാക്കിയ ഈ പാലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഈ കാണുന്ന കല്ലും മണ്ണൊക്കെ മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വന്നതാണെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അവിടെ പോയി കാണുകയാണെങ്കിൽ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിച്ചുട്ടോ. പിന്നെ അങ്ങോട്ട് പെരും മഴ ആയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചുരം ഇറങ്ങാൻ തുടങ്ങി.